നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അതീവ ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി കേരളം കേട്ടത്. ഇടിമിന്നലേറ്റ് 4 ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ മരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത. സാധാരണ ഇടിമിന്നലേറ്റ് മരണങ്ങൾ സംഭവിക്കാറുണ്ടെങ്കിലും 4 ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് ഇപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നത്. 7 അംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. വെള്ളില സ്വദേശികളായ റഹീസ് 20 വയസ്സ്, സിയാദ് 18 വയസ്സ്, ബഹാസ് 18 വയസ്സ്, ഫഹദ് 22 വയസ്സ് എന്നിവരാണ് മരിച്ചത്. അതായത് 18, 20, 21 വയസ്സ് പ്രായമുള്ള കുട്ടികൾ. അപകടത്തിൽ പരിക്കേറ്റ വെള്ളില സ്വദേശികളായ റോഷൻ 20 വയസ്സ്, ഇഷ്ഹാത്ത് 19 വയസ്സ്, സൽമാനുൽ ഫാരിസ് 21 വയസ്സ്. ഇവർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിൽ വേനൽ മഴ പെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അതിശക്തമായിട്ടുള്ള മഴ മുന്നറിയിപ്പുകൾ വരുന്നുണ്ട്. പലപ്പോഴും നമ്മളടക്കം മഴ മുന്നറിയിപ്പുകൾ പറയുമ്പോൾ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം വീണ്ടും ആവർത്തിച്ച് പറയാറുണ്ട്. അതെല്ലാം തന്നെ ഇടിമിന്നൽ അത്രയും അപകടകാരികളായതുകൊണ്ട് തന്നെയാണ് നമ്മളും ഇത് വീണ്ടും ആവർത്തിച്ച് ഈ ഒരു ഇടിമിന്നൽ മുന്നറിയിപ്പ് എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടികൾ അപകടനില തരണം ചെയ്തതായാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഇതിൽ മരിച്ച ഫഹദിന്റെ ഇരട്ട സഹോദരനാണ് റോഷൻ. പരിക്കേറ്റ റഹീസിന്റെ സഹോദരനാണ് സൽമാനുൽ ഫാരിസ്. തങ്ങളുടെ സഹോദരന്റെ അല്ലെങ്കിൽ ഉറ്റവരുടെ വിയോഗമറിയാതെ ആശുപത്രി കിടക്കയിൽ റോഷൻ ഇടയ്ക്കിടെ തിരഞ്ഞുകൊണ്ടിരുന്നത് തന്റെ ഇരട്ട സഹോദരനെയായിരുന്നു. പന്തല്ലൂർ മലനിരകളിലെ കുണ്ടൻചോല വ്യൂ പോയിന്റിൽ അപ്രതീക്ഷിതമായി പാഞ്ഞെത്തിയ ഒറ്റ മിന്നൽ പിണറിൽ പൊലിഞ്ഞത് 4 കൗമാരപ്രായക്കാരുടെ സ്വപ്നങ്ങളാണ്. കേരളത്തിന്റെ ദുരന്ത ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരൊറ്റ മിന്നലിൽ 4 പേർക്ക് ജീവൻ നഷ്ടമാകുന്നത്. മലമുകളിൽ തുറസായ സ്ഥലത്ത് മഴക്കാറിന്റെ ഭംഗി ആസ്വദിക്കാനിരുന്ന 7 സുഹൃത്തുക്കളുടെ സംഘത്തിലേക്കാണ് മരണം തീപ്പന്തമായി ഭൂമിയിലേക്ക് പതിച്ചത്. തുറസായ മലമുകളിലെ വ്യൂ പോയിന്റുകൾ മിന്നലേൽക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഇടങ്ങളാണെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതാണ് പലപ്പോഴും പറയാറുള്ളത്, ഇടിമിന്നലേൽക്കുമ്പോൾ തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് അപകടമാണ് എന്നുള്ളത്. മങ്കട കുണ്ടൻചോലയിൽ മിന്നൽ അതിതീവ്രമാകാൻ കാരണം ഇവിടുത്തെ ഭൂപ്രകൃതിയാണെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസം മംഗളാദേവിയിൽ മലയിറങ്ങുന്നതിനിടെ ഏതാനും പേർക്ക് മിന്നലേറ്റിരുന്നുവെങ്കിലും ആരും മരിച്ചിരുന്നില്ല. എന്നാൽ മങ്കടയിലേത് തീവ്രമായ ഡയറക്റ്റ് ഹീറ്റ് ആയതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയത്. ചൊവ്വാഴ്ച വൈകിട്ട് 5:30 നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. സായാഹ്നം ചിലവഴിക്കാനായി പന്തല്ലൂർ മലമുകളിലെ പാറപ്പുറത്തിരിക്കുകയായിരുന്നു വിദ്യാർത്ഥികൾ. ഈ സമയത്ത് പ്രദേശത്ത് അതിശക്തമായ കാറ്റും ഇടിമിന്നലോടുകൂടിയ മഴയുമുണ്ടായി. ആദ്യമുണ്ടായ ഇടിമിന്നലിൽ തന്നെ പാറപ്പുറത്തിരുന്ന വിദ്യാർത്ഥികൾക്ക് മിന്നലേൽക്കുകയും അവർ കുഴഞ്ഞു വീഴുകയുമായിരുന്നു. ആളൊഴിഞ്ഞ മലമുകളിലായതിനാൽ അപകട വിവരം പുറത്തറിയാൻ വൈകി. ഇതുവഴി എത്തിയ യാത്രക്കാരാണ് വിദ്യാർത്ഥികൾ നിലത്ത് വീണ് കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ നാട്ടുകാരുടെ സഹായത്തോടെ ഒരു ആംബുലൻസിലും 2 ജീപ്പുകളിലുമായി ഇവരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 4 പേരെ രക്ഷിക്കാനായില്ല. 2 പേർ ആശുപത്രിയിൽ എത്തും മുമ്പേ മരണമടഞ്ഞിരുന്നു. 6 കുട്ടികളാണ് വീണ് കിടന്നിരുന്നതെന്നാണ് സ്ഥലത്തെത്തിയവർ ആദ്യം മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ ഇടിമിന്നലേറ്റ ഒരു വിദ്യാർത്ഥി പാറയുടെ മുകളിൽ നിന്ന് തെറിച്ചു വീണിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ വിദ്യാർത്ഥി ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ വിദ്യാർത്ഥികളിൽ ഒരാളാണ് തങ്ങൾ 7 പേരുണ്ടായിരുന്നതായി നാട്ടുകാരോട് പറഞ്ഞത്. ഇതോടെ പ്രദേശത്ത് വീണ്ടും തിരച്ചിൽ നടത്തിയപ്പോഴാണ് 7ാമത്തെ ആളെയും കണ്ടെത്തിയത്. വിനോദസഞ്ചാരികളും നാട്ടുകാരും എല്ലാം വരുന്ന വ്യൂ പോയിന്റിലാണ് അപകടമുണ്ടായതെന്നും പഞ്ചായത്ത് പ്രസിഡന്റായ അഷ്കർ അലി പറഞ്ഞു. 7 കുട്ടികളും വ്യൂ പോയിന്റിന്റെ തൊട്ടടുത്ത പ്രദേശത്തുള്ളവരും അടുത്തടുത്ത് താമസിക്കുന്നവരുമാണ്. ഇവിടെ മുമ്പൊന്നും ഇത്തരം അപകടങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഒരുപക്ഷെ അതായിരിക്കാം കുട്ടികൾ അങ്ങോട്ടേക്ക് പോയത്. മലമുകളിലെ പാറയിൽ കാറ്റുകൊണ്ട് വിശേഷങ്ങൾ പങ്കിട്ടിരിക്കുകയായിരുന്നു വെള്ളില സ്വദേശികളായ ആ 7 പേരും. 4 മണിയോടെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി മഴ പെയ്തു തുടങ്ങി. ഒരൊറ്റ മിന്നൽ പിണറിലാണ് പാറപ്പുറം കരിഞ്ഞത്. ചിരിച്ചുകൊണ്ടിരുന്നവർ നിശബ്ദരായി. കൂടെയുണ്ടായിരുന്ന റോഷൻ ബോധം തെളിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ കണ്ടത് പ്രിയപ്പെട്ടവർ ചോരയൊലിച്ച് അനക്കമറ്റ് കിടക്കുന്ന കാഴ്ചയാണ്. കേരളത്തിൽ ഇടിമിന്നലേറ്റ് മരണങ്ങൾ പതിവാണെങ്കിലും ഇത്രയേറെ പേർ ഒന്നിച്ചു മരിക്കുന്നത് ആദ്യമാണ്. 2013 പാലായിൽ
3 പേർ മരിച്ചതാണ് ഇതിനു മുമ്പത്തെ വലിയ ദുരന്തം. 1991 തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ബാബു ചാഴിക്കാടൻ മരിച്ചതും തുറസായ ജീപ്പിൽ യാത്ര ചെയ്യുമ്പോഴായിരുന്നു. വേനൽ മഴയ്ക്കൊപ്പം എത്തുന്ന ഇടിമിന്നൽ വൻ ഭീഷണിയാണെന്ന് ദുരന്ത നിവാരണ വകുപ്പ് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കുണ്ടൻചോല വ്യൂ പോയിന്റ് സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാണ്. അവധിക്കാലമായതിനാൽ മലമുകളിലെ തണുപ്പ് ആസ്വദിക്കാൻ ഒട്ടേറെ പേർ ഇവിടെ എത്താറുണ്ട്. എന്നാൽ ദുരന്തം നടന്നത് മലയുടെ ഉള്ളിലേക്ക് മാറിയുള്ള ഭാഗത്തായതിനാൽ നാട്ടുകാരും വിവരമറിയാൻ വൈകി. ചെങ്കുത്തായ പാതയിലൂടെ ഏറെ പണിപ്പെട്ടാണ് നാട്ടുകാർ ഇവരെ താഴെ എത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയത്. മരിച്ച സിയാദും റഫീസും 10ാം ക്ലാസ് +2 പരീക്ഷാ ഫലങ്ങൾക്കായി കാത്തിരിക്കുകയായിരുന്നു. വെള്ളിയിലയിലെ ഒരു കടയിലെ ജീവനക്കാരനായിരുന്നു ഫഹദ്. സുഹൃത്തുക്കളായ ഇവർ എന്നും വൈകുന്നേരം മലമുകളിൽ ഒത്തുചേരാറുണ്ടായിരുന്നു. ആ ഒത്തുചേരൽ അവരുടെ ഒടുവിലത്തെ യാത്രയായി മാറുമെന്ന് ആരും കരുതിയിരുന്നില്ല. അപകടത്തിൽപ്പെട്ടവർക്ക് ഹൃദയമിടിപ്പ് നിലച്ച നിലയിലാണ് ആശുപത്രിയിൽ എത്തിച്ചത്. മരിച്ച 4 പേരുടെയും മുഖത്തും ശരീരത്തിലും ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട്. മിന്നലേൽക്കുമ്പോൾ ശരീരത്തിലൂടെ കടന്നു പോകുന്ന ഉയർന്ന വൈദ്യുതി പ്രവാഹം ഹൃദയസ്തംഭനത്തിന് കാരണമാകുന്നതാണ് മരണകാരണമെന്നും ഡോക്ടർമാർ പറയുന്നു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന വിവരമനുസരിച്ച് ഏപ്രിൽ-മെയ് മാസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്ന വേനൽ മഴ ഇടിമിന്നൽ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഉയരം കൂടിയ പ്രദേശങ്ങൾ, ഒറ്റപ്പെട്ട മരങ്ങൾ, തുറസായ മൈതാനങ്ങൾ എന്നിവിടങ്ങളിൽ മിന്നൽ കാന്തികം എന്ന പോലെ ആകർഷിക്കുന്ന ഇടങ്ങളാണ്. ഇത്തരം സമയങ്ങളിൽ മല കയറുന്നത് ആത്മഹത്യാപരമാണെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. വൈകിട്ട് കാറ്റ് കൊള്ളാനായി പോയവരാണ് അപകടത്തിൽപ്പെട്ടതെന്നും മഞ്ഞളാംകുഴി അലി MLAയും പ്രതികരിച്ചു. എല്ലാവരും വിദ്യാർത്ഥികളാണ്. അപകടമുണ്ടായ സ്ഥലം ഉയർന്ന പ്രദേശമാണ്. ഒരു മലമുകളിലാണ് സംഭവമുണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. ചൊവ്വാഴ്ച വൈകിട്ടാണ് പ്രദേശത്ത് ശക്തമായ ഇടിമിന്നലും കാറ്റും മഴയും ഉണ്ടായിരുന്നതായാണ് സമീപവാസികൾ പറയുന്നത്. ആദ്യമുണ്ടായ ഇടിമിന്നലാണ് അപകടം സംഭവിച്ചതെന്നും കരുതുന്നു. കേരളത്തിൽ ഒരൊറ്റ മിന്നലിൽ 4 പേർ മരിക്കുന്നത് ആദ്യ സംഭവമാണ്. പന്തല്ലൂർ മലമുകളിലെ കുണ്ടൻചോല വ്യൂ പോയിന്റ് പോലുള്ള തുറസായ ഇടങ്ങൾ മിന്നലേൽക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പ്രദേശങ്ങളാണെന്നും ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നു. ഉയരം കൂടിയ പ്രദേശമായതിനാലും ചുറ്റും വിശാലമായ സ്ഥലമായതിനാലും മിന്നലിന്റെ തീവ്രത വർദ്ധിക്കാൻ ഇത് കാരണമായി. കഴിഞ്ഞ ദിവസം മംഗളാദേവിയിൽ ഇറങ്ങുന്നവർക്ക് മിന്നലേറ്റിരുന്നുവെങ്കിലും മാരകമായ ആഘാതം ഉണ്ടായതുമില്ല. എന്നാൽ കുണ്ടൻചോലയിലേത് തീവ്രമായ ഡയറക്റ്റ് ഹീറ്റ് ആയതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയത്. തുറസായ മൈതാനങ്ങളും മലമുകളിലെ വ്യൂ പോയിന്റുകളും ഇടിമിന്നൽ സമയത്ത് അത്യന്തം അപകടകരമാണ്. വേനൽ മഴയ്ക്ക് മുന്നോടിയായി അന്തരീക്ഷത്തിൽ രൂപപ്പെടുന്ന കൂമ്പാരമേഘങ്ങൾ അതിതീവ്രമായ ഇടിമിന്നലിന് കാരണമാകാറുണ്ട്. ഇത്തരം സമയങ്ങളിൽ മല കയറുന്നതും തുറസായ സ്ഥലങ്ങളിൽ നിൽക്കുന്നതും ഒഴിവാക്കണമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. വെള്ളില ഗ്രാമത്തിന് ഇനി ഈ മലനിരകൾ കോടമഞ്ഞിന്റെ സൗന്ദര്യമല്ല, മറിച്ച് പൊലിഞ്ഞുപോയ 4 ജീവനുകളുടെ നൊമ്പരമായിരിക്കും ഓർമ്മപ്പെടുത്തുക. മങ്കടയിലെ ദുരന്തത്തിന് പുറമെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും കനത്ത മഴ നാശം വിതച്ചു.